ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. ഇത് 6ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ചലേം അഥവാ പോകാം എന്ന തലക്കെട്ടിലുള്ള ഒരു കഥയാണ്. സാരിക ഠാക്കൂറാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഈ കഥ ദിയ, അനുജൻ എന്നീ 2 കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഭാഷണ രൂപത്തിലുള്ള കഥയാണ്. കഥാസംഗ്രഹം. തുടക്കം. ഒരു ദിവസം ദിയ തന്റെ സ്കൂട്ടറിലും മനു തന്റെ സൈക്കിളിലും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. രണ്ടുപേരും ഹെൽമെറ്റ് ധരിക്കുന്നു. സംഭാഷണവും നിയമങ്ങളും. അവർ യാത്ര തുടങ്ങുമ്പോൾ റോഡിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് മനു ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. ട്രാഫിക് ലൈറ്റ്. ചുവപ്പ് ലൈറ്റ് കണ്ടപ്പോൾ ദിയ സ്കൂട്ടർ നിർത്തി. മനു ചോദിക്കുന്നു, ചേച്ചി എന്തിനാണ് നിർത്തിയത്? ദിയ മറുപടി പറയുന്നു, ഇതാണ് ട്രാഫിക് ലൈറ്റ്. ചുവപ്പ് ലൈറ്റ് കണ്ടാൽ നമ്മൾ നിൽക്കണം. മഞ്ഞ ലൈറ്റ് കണ്ടാൽ പോകാൻ തയ്യാറെടുക്കണം. പച്ച ലൈറ്റ് കണ്ടാൽ പോകാം. ഹെൽമെറ്റ്. ദിയ മനുവിനെ ഓർമ്മിപ്പിക്കുന്നു, സൈക്കിൾ ഓടിക്കുമ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. സീബ്ര ക്രോസിംഗ്. വഴിയിൽ സീബ്ര ക്രോസിംഗ് കണ്ടപ്പോൾ പാത മുറിച്ചു കടക്കുന്നവരെ കണ്ടാൽ വാഹനം നിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദിയ പറയുന്നു. റോഡ് ചിഹ്നങ്ങൾ. ട്രാഫിക് സൈൻസ്. യാത്രയ്ക്കിടയിൽ റോഡരികിൽ കാണുന്ന പലതരം ചിഹ്നങ്ങളെ ദിയ മനുവിന് പരിചയപ്പെടുത്തുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത് എന്ന ചിഹ്നം. ഹോൺ അടിക്കരുത്, നോ ഹോങ്കിംഗ് എന്ന ചിഹ്നം, പ്രത്യേകിച്ച് ആശുപത്രികളോ സ്കൂളുകളോ ഉള്ള സ്ഥലങ്ങളിൽ. വളവുകളുള്ള റോഡിനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ. സുരക്ഷാ സന്ദേശം. റോഡിലെപ്പോഴും ഇടതുവശം ചേർന്നു പോകേണ്ടതിന്റെ പ്രാധാന്യം. വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റോഡിൽ ഓടുമ്പോഴും കളിക്കുമ്പോഴുമെല്ലാം ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. അവസാനം. യാത്രയുടെ അവസാനം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിയ ശേഷം മനു പറയുന്നു, ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ചേച്ചി. റോഡിലെ നിയമങ്ങൾ അനുസരിക്കുന്നത് യാത്ര എളുപ്പമാക്കാനും എല്ലാവരെയും സുരക്ഷിതരാക്കാനും സഹായിക്കുമെന്ന് ദിയ അവനെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ഈ കഥ ഒരു സാധാരണ യാത്രയുടെ പശ്ചാത്തലത്തിൽ റോഡിലെ നിയമങ്ങളെക്കുറിച്ചും സുരക്ഷാ ചിഹ്നങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ലളിതമായി അറിവ് നൽകുന്നൊരു പാഠമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.